ഏവർക്കും നമസ്കാരം. ഗൂസ്ബറി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന കെ ബാബുരാജ് എഴുതിയ പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന രാഷ്ട്രീയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് അടുത്തിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. നേരത്തെ പ്രകാശനം ചെയ്യപ്പെട്ട ഗ്രാംഷി മുതൽ വേടൻ വരെ എന്ന പുസ്തകത്തിൻ്റെ തുടർച്ചയായ മറ്റൊരു രാഷ്ട്രീയ ലേഖനങ്ങളുടെ സമാഹാരം. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ എ.കെ. വാസുവാണ്. ദളിത് ചിന്തകനും അധ്യാപകനും ഗവേഷണം കൂടിയായ എ.കെ. വാസു ദളിത് ഫോക്ലോറിൽ ബിരുദം നേടിയ അദ്ദേഹം സിനിമയിലെ ജാതിയെക്കുറിച്ചുള്ള സമീപകാലത്തെ നിരീക്ഷണങ്ങളേറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം എഴുതിയ നിരവധി ലേഖനങ്ങൾ ദളിത് വിമോചന ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ വിമർശനത്തിൽ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കറുപ്പ് അഴകാണെന്ന് വെറുതെ പറയരുത് എന്ന പുസ്തകവും വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ എ.കെ. വാസുവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ അമൽ സി രാജിനാണ്. അമൽ സി രാജൻ എഴുത്തുകാരനും ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ ശ്രദ്ധേയമായ ഒരുപാട് ലേഖനങ്ങളുടെ കർത്താവ് കൂടിയാണ്. അമൽ സി രാജിനെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു വരുന്ന ഡോക്ടർ വിനീത വിജയൻ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അവരുടെ സ്ഥാനത്തിൽ അവരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ എ.കെ. വാസുവിനെയും ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ അമൽ സി രാജിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഡോക്ടർ എ.കെ. വാസുവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വയം മാർക്കറ്റ് ചെയ്യുന്നതിന് യാതൊരു അടിസ്ഥാന ബോധവും ഇല്ലാതെ തന്നെയാണ് കെ ബാബുരാജ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തിക എഴുത്തുകാരൻ നിലനിൽക്കുന്നതെന്ന് തൊട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന് എനിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച അപരചിന്തനം എന്ന് പറയുന്ന പുസ്തകം കേരളത്തിലെ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായി ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതാണ്. ഭാവി ഇന്ത്യയുടെ പ്രത്യാശകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പുസ്തകവും അതിൻ്റെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല കേരളത്തിൽ എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത ഇത് ഗൾഫിൽ വെച്ചിട്ട് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പ്രകാശനം നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകവും അതിൻ്റെ ഒരു ഭാവിയും എന്താണ് എന്നതിനെ കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പുതിയൊരു സാംസ്കാരിക മേഖലയുടെ പ്രശ്നം. ഞാൻ ഈ രാവിലെ വന്നപ്പോൾ ഇവിടെയുള്ള പുസ്തകശാലകളെല്ലാം കറങ്ങി നടന്നു കണ്ടു. ഏതാണ്ട് എല്ലാ പുസ്തകശാലകളിലും അംബേദ്കറുടെ കൃതികളുണ്ട്, അയ്യങ്കാളിയുടെ കൃതികളുണ്ട്. മൈത്രി പോലുള്ള പ്രസിദ്ധീകരണശാലകളിൽ അയ്യങ്കാളിയുടെയും പൊയ്കലപ്പച്ചൻ്റെയും ഒക്കെ തന്നെ പുസ്തകങ്ങളുണ്ട്. ഒരു 20 വർഷം മുമ്പ് കേരളത്തിലെ ഏതെങ്കിലും പുസ്തകശാലകളിൽ അംബേദ്കറോ അയ്യങ്കാളിയോ ശ്രീനാരായണ ഗുരുദേവനോ ഒക്കെ തന്നെ ഒരു പാഠ്യവിഷയം എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാംസ്കാരികത മാറിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ രണ്ടുപേരും, ഒന്ന് കെ.കെ. കൊച്ചു, മറ്റൊന്ന് കെ.കെ. ബാബുരാജ്. ബാക്കി ആളുകളില്ലെന്നല്ല. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ വരുമ്പോഴേ ഞങ്ങൾ വെറുതെ നമ്മുടെ ഇതിൻ്റെ കവാടത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ എഴുത്തുകാരുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ നോക്കി. ഈ കഴിഞ്ഞ ഈ 3-4-5 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മരണപ്പെട്ടതിൽ ഏറ്റവും വലിയ എഴുത്തുകാരായിട്ട് ഞാൻ വിചാരിക്കുന്നത് കെ.കെ. കൊച്ചാണ്. കെ.കെ. കൊച്ചിൻ്റെ ഒരു ചിത്രം അവിടെ സംഘാടകർക്ക് കിട്ടിയില്ല എന്നുള്ളത്
എന്നെ സംബന്ധിച്ചുള്ളൂ, ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരാളെന്നതിലേക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഒരാളുടെ ചിത്രം അവിടെ വെക്കേണ്ടി വരുന്നില്ല എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. മറ്റൊന്ന്, സി അയ്യപ്പനെ പോലുള്ള, ബഷീർ കഴിഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ സി അയ്യപ്പനാണ്, കഥാകൃത്ത്. അത് കഴിഞ്ഞ് ബാക്കി ആരുള്ളൂ, പുസ്തകം വായിക്കുന്ന മനുഷ്യന്മാർക്ക് എല്ലാം അറിയും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നില്ല, നാരായൺ വരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കേരളം പൗരാണികമായി തുടർന്നു വരുന്ന സാഹിത്യം എന്ന് പറയുന്ന ഒരു സനാതന ലോകത്തിന്റെ തന്നെ തുടർച്ച ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ തുടർച്ച നിൽക്കുന്നതിന്റെ പ്രശ്നമേഖലയിൽ നിന്നുകൊണ്ടുള്ള പ്രത്യാശയുടെ തുടിപ്പുകളാണ് കെ കെ ബാബുരാജിന്റെ എഴുത്തുകളെന്ന് പറയാൻ പറ്റും. പുസ്തകത്തിന് പേരും അത് തന്നെയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എനിക്ക് തോന്നിയത് തലയോട്ടിയിൽ നിന്നുള്ള ചൂളംവിളികൾ എന്നാണ്. ഈ ചൂളംവിളി ഇന്നും കേട്ടു. വേറൊന്നുമില്ല, ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ കേരളം ഒരു അധികാരത്തിലേക്ക് എത്തുമ്പോൾ എപ്പോഴും മുസ്ലിങ്ങൾ എങ്ങനെ അപരപ്പെടുത്തുക, മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറ്റക്കാരാണ്, അവർ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്, അവർ കാലങ്ങളായി രാജ്യത്തിന്റെ ദേശീയതയുടെ അപരമായി മുസ്ലിങ്ങളെ എപ്പോഴും അസ്ഥാനത്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്ന പ്രക്രിയ എല്ലാ കാലത്തും നടക്കാറുണ്ട്. ഇന്നും നടന്നിട്ടുണ്ട്. ഇന്നും ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന്റെ ചർച്ചകളും പ്രതിചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിന് വളരെ കൃത്യമായ മറുപടി ഈ പുസ്തകത്തിൽ മാത്രമല്ല, മുമ്പ് അദ്ദേഹത്തിന്റെ ഇരുട്ടിലെ കണ്ണാടി എന്ന് പറയുന്ന പുസ്തകത്തിൽ 2-3 ലേഖനങ്ങളിലൂടെ എങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാമോഫോബിയ സാഹിത്യത്തിലും എഴുത്തിലും സിനിമയിലൊക്കെ തന്നെ എങ്ങനെ വരുന്നു, അതിൻ്റെ ഒരു ലോകം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി കെ കെ ബാബുരാജ് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലൊരു 3-4-5 ലേഖനങ്ങൾ ഇസ്ലാമോഫോബിയ എങ്ങനെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും കടന്നു വരുന്നു, അതിനെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇസ്ലാമുകൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒരു ഭൂരിപക്ഷ സമൂഹ നിലയ്ക്ക് വേണമെങ്കിൽ അപരമാക്കുകയും പുറന്തള്ളാനൊക്കെ പറ്റും, വേണമെങ്കിൽ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ദേശരാഷ്ട്രം നിലനിൽക്കുന്നത് അംബേദ്കറുടെ ഭരണഘടനയിൽ മേലാണ്. അംബേദ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിച്ചു കൊള്ളട്ടെ, അതിൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാം രാജ്യമായി മാറിക്കൊള്ളട്ടെ, പക്ഷെ ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്നും, അങ്ങനെ ഈ രാജ്യം നിലനിൽക്കുമ്പോൾ അതിലെ മൈക്രോ മൈനോറിറ്റിക്ക് പോലും ഇതെന്റെ രാജ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ, ഇതെന്റെ രാജ്യമാണെന്നൊരു മൈക്രോ മൈനോറിറ്റിക്ക് പോലും തോന്നുമ്പോഴാണ് ജനാധിപത്യം സമ്പുഷ്ടമാകുന്നതെന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സ്വരങ്ങളായി ഉച്ചഭാഷണി കയ്യിലുള്ള മനുഷ്യന്മാരെല്ലാം ഈ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് കുറേ കാലങ്ങളായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഴുത്തുകളാണ് കെ കെ ബാബുരാജ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ പൊതുവെ ആളുകൾ ഒരുതരം ഒരു ഔദാര്യമായിട്ടാണ് പൊതുവെ ദളിത് പ്രവർത്തനങ്ങളെയും ദളിത് സ്നേഹത്തെയൊക്കെ കാണുന്നത്. മറിച്ച് ഇതൊരു വൈജ്ഞാനിക പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ അത് നിരവധിയായി എഴുതി വെക്കുന്നുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രദേശം, അത് ഇപ്പൊ ഇതിനകത്തുള്ള ഒരു ലേഖനത്തിന്റെ ആദ്യത്തെ ലേഖനം തന്നെ ഇന്ത്യയും ഭാരതവും തമ്മിലുള്ള ഒരു താരതമ്യം, അതായത് എല്ലാം ഇന്ത്യ എന്ന് പറയുന്ന പേരെങ്ങനെ ഭാരതമാക്കി മാറ്റണം എന്ന് ചിലർ ശഠിക്കുന്നു. ഇന്ത്യ എന്ന പേര് വേണ്ട, ഭാരതമായി മാറ്റണം. എന്താണ് ഭാരതം എന്ന് പറഞ്ഞാൽ? അത് വളരെ കഥ, പൗരാണികമായ ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് ഭാരതമുള്ളത്. അതായത് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകൻ ഭരതനാണ് ഇന്ത്യയിൽ നിന്ന് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചത്. അങ്ങനെ ഒരു ഹിന്ദു മിത്തിനകത്ത് തന്നെ ഒരു ദേശരാഷ്ട്രം നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഭാരത മഹാസംഭവമാവുകയും ഇന്ത്യ എന്ന പേര് പഥ്യമല്ലാതാവുകയും ചെയ്യുന്നത്. അതൊരു ആര്യാവർത്തം എന്ന് പറയുന്ന സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ഈ ദക്ഷിണേന്ത്യ ഒന്നും ഇല്ല. ആന്ധ്രാപ്രദേശോ തമിഴ്നാടോ കേരളോ ഒക്കെ അടങ്ങുന്ന തെക്കേ ഇന്ത്യ ഈ പറയുന്ന ആര്യാവർത്തം എന്ന സങ്കല്പത്തിലോ ഭാരതക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിലോ ഒന്നുമില്ല. ഈ ഭാരതം എന്ന് പറയുന്ന സവർണ ഹൈന്ദവ കേന്ദ്രീകൃതമായ സങ്കല്പത്തിന് ബദലായി മാറാൻ
തെക്കേ ഇന്ത്യയിലെ മനുഷ്യർക്ക് കഴിയുന്നുണ്ടെന്നും അവരെ കൂടി ഉൾക്കൊള്ളണമെങ്കിൽ ഇന്ത്യ എന്ന പേര് തന്നെ ആവശ്യമായി വരുന്നുണ്ടെന്നും കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ ഇന്ത്യയും ഭാരതം ഈ പേരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായി ഒരു സമാന്തരമായ ഒരു വൈജ്ഞാനിക മേഖല നിലനിൽക്കുന്നുണ്ട്. പൊതുവേ നമുക്കറിയാം ഈ സാഹിത്യം, എഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആദ്യം ഈ ചിത്രങ്ങളെ സൂചിപ്പിച്ച പോലെ വീരാൻകുട്ടി മാഷ് ഒരിക്കലും പറഞ്ഞത് അദ്ദേഹത്തിന്റെ കവിത ഏതോ കോളേജിൽ അധ്യാപകരൊക്കെ നോക്കിയപ്പോൾ വീരാൻകുട്ടി നായർ എന്ന് കുട്ടികൾ എഴുതി വെച്ചു. ഒരു കവിത എഴുതണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നായർ ഉണ്ടായിരിക്കണമെന്ന് കുട്ടികൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന തരത്തിൽ നായർ മേനോൻ ഒരു പേരില്ലാതെ കവിയില്ല എന്ന് പറയുന്ന സങ്കല്പത്തിനകത്താണ് നമ്മുടെ എഴുത്തുകൾ നിലനിന്നത്. അത് ഒരു 80കളും 90കളൊക്കെ ആകുമ്പോൾ ദളിതരിൽ നിന്ന് എഴുത്തുകാരുണ്ടാവുന്നു, അല്ലെങ്കിൽ പിന്നാക്ക മനുഷ്യരിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്നൊക്കെ കവി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അപരപ്പെടുത്തുന്ന, അതായത് സവർണരല്ലാത്ത മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പിന്നാക്ക മനുഷ്യരെയൊക്കെ തന്നെ എഴുത്തിൽ അപരപ്പെടുത്തുന്ന ഒരു ലോകമായിരുന്നു ഏതാണ്ട് 80കൾ വരെ കേരളത്തിൽ ശക്തമായി നിലനിന്നത്. അതിനെ അട്ടിമറിക്കുന്ന ഒരു വൈജ്ഞാനിക ഇടപെടൽ നടത്താൻ തീർച്ചയായും കെ കൊച്ചിന് കഴിഞ്ഞിട്ടുണ്ട്, കെ ബാബുരാജിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു ശ്രവണമായ ഒരു ധാരയുടെ തുടർച്ച എന്ന നിലയ്ക്ക് അത് വിജ്ഞാനമാക്കി മാറ്റി. അല്ലാതെ പദം പറച്ചിലല്ല. ഞങ്ങളുടെ കവിത എഴുതി നിങ്ങൾ വായിച്ചോളൂ എന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. നിങ്ങളെക്കാൾ നല്ല കവിത, ബഹുസ്വരമായ കവിത, എല്ലാവരും ഉൾക്കൊള്ളുന്ന കവിത ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ONV എഴുതുമ്പോൾ ഗവിയും ലക്ഷ്മിയും സീതയും രാധയും മാത്രമേ വരൂ, അതിനപ്പുറത്തേക്ക് വേറെ മേരിയും പാത്തുമ്മയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന വേറൊരു ബഹുസ്വര ലോകത്തെക്കുറിച്ചാണ് ഈ ഒരു വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെയും കൂടി നിങ്ങൾ പരിഗണിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കഥകളും കവിതകളും വായിച്ച് ദയ കാണിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. ഇങ്ങനെയും വേറൊരു നിങ്ങൾ പുറത്തു നിർത്തിയ ലോകമുണ്ടെന്ന് സാഹിത്യ വിമർശനത്തിലൂടെ, പ്രത്യേകിച്ച് പഴയ ചില സങ്കല്പങ്ങളെ തിരുത്തുകയും, അല്ലെ ഇപ്പോൾ പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലിനെ തിരിച്ചു കൊണ്ടുവരികയും അതുപോലെ തന്നെ മഹാസംഭവമാണെന്ന് പറഞ്ഞു വെച്ച ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു നായർ സമുദായ പരിഷ്കരണ നോവലിനെ അതിൻ്റെ പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് സാഹിത്യത്തെ പുനർനിർമ്മിക്കുന്ന എഴുത്തുകളാണ് മുഖ്യമായും മുസ്ലിം പക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് ഈഴവതീയ പക്ഷത്ത് നിന്ന്, പിന്നാക്ക പക്ഷത്ത് നിന്ന്, ദളിത് പക്ഷത്ത് നിന്ന്, ആദിവാസി പക്ഷത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടായി വന്നത്. അത് കേരളത്തിൻ്റെ എഴുത്തിനെ നവീകരിച്ചതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് തീർച്ചയായും ഇവിടെ കാണാൻ കഴിയും. കെ ബാബുരാജ് കേരളത്തിലെ ഏറ്റവും മനോഹരമായൊരു ഭാഷ സൃഷ്ടിച്ചു. പണ്ടത്തെ ഒരു എഴുത്ത് രീതി മാറ്റിക്കൊണ്ട് ഒരു പൗരാണികത്വത്തിൻ്റെയോ സംസ്കൃതത്തിൻ്റെ ആധിപത്യവും ഇല്ലാത്ത ഒരു സവിശേഷമായ ഭാഷ സൃഷ്ടിച്ചു. ഇത് ഉപയോഗിക്കുന്ന മനുഷ്യരാരും, ശവപ്പെട്ടി ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുന്ന അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ ഭാഷയും ഈ ഒരു ടെർമിനോളജിയും നിരവധി പേര് പകർത്തി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവരത് പറയുന്നില്ല. കെ ബാബുരാജിൻ്റെ ഭാഷയിലുണ്ടാക്കിയ നവീകരണം, ചിന്താ പദ്ധതിയിൽ ഉണ്ടാക്കിയ നവീകരണം, എല്ലാത്തിനെയും ഏകദാനമായി കാണാതെ ബഹുസ്വരതകളെ സഹവർത്തിത്വപ്പെടുത്താനുള്ള ഭാഷാപരവും വിജ്ഞാനപരവുമായ ഒരു നവലോകത്തെ പ്രത്യാശിക്കുന്നത് തന്നെയാണ് പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം. തീർച്ചയായും പല കാര്യങ്ങളും ഇപ്പോൾ കെ കൊച്ചിന് വളരെ വൈകിയ അവാർഡ് കിട്ടിയതാണ്, സാഹിത്യ അക്കാദമി അവാർഡ്. പക്ഷെ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഒരുപാട് മനുഷ്യന്മാർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടണം. അക്കാദമി അവാർഡിന്റെ പ്രസിദ്ധീകരിക്കും ഇങ്ങനെ ഒരാൾ കേരളത്തിൽ എഴുതുന്നു നമ്മളൊക്കെ അത്യാവശ്യം വായിക്കുന്ന മനുഷ്യരാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ THP അയ്യങ്കാളിയെ കുറിച്ച് എഴുതിയ THP ചന്താരശ്ശേരിക്ക് ഒരു അവാർഡും കിട്ടിയില്ല. കെ കൊച്ചിന്റെ അവാർഡ് കിട്ടുന്ന ഏതാണ്ട് അദ്ദേഹം മരണത്തിനടുത്തെത്തുന്ന സമയത്തൊക്കെ അദ്ദേഹം അവാർഡ് കിട്ടുന്നത്. പലപ്പോഴും അവാർഡ് തന്നെ ഒരുതരം നിന്ദിക്കപ്പെടുന്ന തരത്തിലേക്ക് അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് പുതിയ കുറെ മനുഷ്യന്മാർ കൂടി ഇവിടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് സാഹിത്യത്തോടും സാംസ്കാരിക പഠനത്തോടും അക്കാഡമികളോടും പറയാനുള്ള ഇടപെടലാണ് തീർച്ചയായും കെ ബാബുരാജിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതിന്റെ ഗൗരവത്തിൽ കേരള സമൂഹം പരിഗണിച്ചിട്ടില്ല. പരിഗണിക്കാനുള്ള തുറവിയാവട്ടെ ഈ പുസ്തക പ്രകാശനവും ചടങ്ങും
തീർച്ചയായും അമൽ സിരാജൻ രാവിലെ യാദൃശ്യമായി ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. ഏതായാലും കേരളത്തിൻ്റെ വൈജ്ഞാനികത്തിൽ ഏറ്റവും ഗൗരവമായി ഇടപെടുന്ന അമൽ സിരാജൻ തന്നെ പുസ്തകം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു നിമിത്തമായി ഞാൻ മനസ്സിലാക്കുന്നു. നിമിത്തം എന്ന വാക്യം അതറിയാമെന്നാണ് പകരം വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരാത്തതാണ്. ഏതൊരു സാഹചര്യമാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ കർമ്മം നിർവഹിക്കാൻ എന്നെ അനുവദിച്ച ബാബുച്ചേട്ടനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം ഏറ്റുവാങ്ങിയ അമൽ സിരാജൻ സംസാരിക്കും. 5 മിനിറ്റാണ് സമയം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതായത് ഈ ലേഖനം പലതും മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ടതും നിങ്ങൾ പലരും വായിച്ചിട്ടുള്ളതുമാണ്. കെ ബാബുരാജ് എന്ന മനുഷ്യനെ ഞാൻ അറിയുന്നത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ്. നമ്മുടെ ജയരാജൻ്റെ 4th വീട്ടിൽ ഒരു സിനിമ റിലീസാവുന്നത്. അതിൽ ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടുണ്ടായിരുന്നു. അത് അക്കാലത്ത് കൗമാരക്കാരെ യുവജനങ്ങളെയൊക്കെ ഇളക്കി മറിച്ച ഒരു കാലമായിരുന്നു. ഞങ്ങളിപ്പോഴുള്ള കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് ആസ്വദിച്ച പോലെയല്ല അന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം, കവിത എഴുതുന്ന ആളുകൾ, നിരൂപകർ, സംഗീത രംഗത്തുള്ളവർ അത് ആസ്വദിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന്, കവിതയ്ക്ക്, സംഗീത ശാഖയ്ക്ക് ഒക്കെ ഒരു വലിയ അപജയം സംഭവിച്ചതിൻ്റെ തെളിവായിട്ട് ജാസി ഉയർത്തി കാണുകയും ഇവിടെ ഭാഷ നശിക്കുന്നു, സംഗീതം നശിക്കുന്നു, നമ്മുടെ കേരളീയമായ എല്ലാം നശിക്കുന്നു എന്നുള്ള നിലവിളികൾ ഉണ്ടാകുകയും കേരളത്തിൽ മുഖ്യധാരയിൽ തന്നെ അന്ന് 10-20 ആളുകൾ ജാസി ഗിഫ്റ്റിനെതിരെ ലേഖനം എഴുതിക്കുകയും ചെയ്തൊരു സമയത്ത് അത്തരം ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങളൊന്നും തന്നെ എന്നെപ്പോലുള്ള പുതിയ തലമുറയിലെ ആളുകളുടെ ചിന്തയ്ക്ക് വിരുദ്ധമായിരുന്ന സമയത്ത് ജാസി ഗിഫ്റ്റിനെ അനുകൂലിച്ച് കേരളത്തിൽ ഒരേ ഒരു ലേഖനം വന്നത് അത് എഴുതിയാണ് കെ ബാബുരാജൻ. അന്ന് ജാസി ഗിഫ്റ്റ് എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് ജൂക്ക് ബോക്സിൽ ആളുകൾ വിളിച്ചിട്ട് ഈ പാട്ടെടുത്ത് മാറ്റണമെന്ന് കേരളത്തിലെ സംഗീത രംഗത്ത് പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നു. സംഗീത കോളേജിൽ പഠിക്കുന്ന അധ്യാപകർ പറയുന്നു, ഈ പാട്ടിനെ കേൾപ്പിക്കരുത്, നമ്മൾ നശിപ്പിക്കുന്നു പറയുന്നു. അപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതം എങ്ങനെയാണ് ജനകീയമാകുന്നത്, അത് അടിത്തട്ട് ജനതയുടെ ശബ്ദമാകുന്നത്, എങ്ങനെയാണ് അന്നോളമുള്ള വരേണ്യ ഭാഗവതത്തെ തകർക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി ഒന്നൊരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനം പിന്നീട് ഞാൻ തേടി പിടിച്ചെടുത്തതും ജാസി ഗിഫ്റ്റിൻ്റെ അന്നത്തെ ഇൻ്റർവ്യൂ പഴയ പത്രത്താളുകളിൽ തിരിച്ചെടുത്തതും ഈ വേടൻ്റെ പ്രശ്നം വന്നപ്പോഴാണ്. ഇന്നിപ്പോൾ ഈ പുസ്തകത്തിൽ വേടനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം ബാബുരാജിൻ്റെ സാറിൻ്റെതായിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും വായിക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കേരളത്തിൽ പാർശ്വവൽക്കൃതരായ ആളുകളുടെ അടിത്തട്ട് ജനതയുടെ ശബ്ദമില്ലാത്ത പോയവരത് കൊണ്ടല്ല, മറിച്ച് ശബ്ദം കേൾക്കാൻ മറ്റുള്ളവർ തയ്യാറാകാത്തതിൻ്റെ പേരിൽ ശബ്ദമില്ലാത്തവരായി മുദ്രകുത്തപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമായി, അവരുടെ ധൈഷണിക സ്വരമായി കെ ബാബുരാജിൻ്റെ രചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് അനിഷേധ്യമായ ഒരു ചരിത്ര വസ്തുതയെ നമ്മുടെ മുമ്പിൽ എല്ലാ കാലത്തും തലയുയർത്തി നിൽക്കുക തന്നെ ചെയ്യും. ഇത് ഫുലയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ധാരയാണ്. ഫുലെ മഹാബലിയുടെ മിത്തിനെ എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യത്തിനോടുള്ള ഒരു കലഹത്തിന് മഹാബലിയെ മുൻനിർത്തി പുതിയൊരു വ്യാഖ്യാനം ഫുലെ കൊണ്ടുവരുന്നത് നമുക്കറിയാം. കേരളത്തിൽ അത് ചെയ്ത ഒരാൾ സഹോദരനാണ്. സഹോദരൻ്റെ ഓണപ്പാട്ടിൻ്റെ സഹോദരൻ്റെതായ വരികൾ പിന്നീട് നമ്മളുടെ ഓണത്തെ പറ്റിയുള്ള സങ്കല്പത്തെ തന്നെ, മാവേലിയെ കുറിച്ചുള്ള സങ്കല്പത്തെ തന്നെ രൂപപ്പെടുത്തിയ വരികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ മഹാബലിയുടെ മിത്തിനെ കുറിച്ച് കെ ബാബുരാജിൻ്റെ പുതിയ നിരീക്ഷണം, ഇന്ത്യ എന്ന പേരിനെ കുറിച്ച് അങ്ങനെ വളരെ മലയാളി ആധുനിക കാലത്ത് ഒരു ഹിന്ദുത്വത്തിൻ്റെ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികളുണ്ട് എങ്കിൽ അവർ വായിച്ചിരിക്കേണ്ട ഗൗരവപ്പെട്ട എഴുത്തായി കെ ബാബുരാജ് നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രത്യാശയുടെ തുടിപ്പുകൾ യഥാർത്ഥത്തിൽ കേരളം ഹൈന്ദവതയ്ക്കെതിരെ, ബ്രാഹ്മണികതയ്ക്കെതിരെ ശബ്ദം ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശയുടെ തുടിപ്പുകൾ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് നൽകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗ്രന്ഥകർത്താവിനെ സാഹിത്യ അക്കാദമി അംഗീകരിച്ചില്ലെങ്കിലും കേരളത്തിൻ്റെ ഭാവി, ഈ ലോകം, ഈ മലയാളികളുള്ളിടത്തോളം കാലം, അടിത്തട്ട് ജനതകളുള്ളിടത്തോളം കാലം കെ ബാബുരാജിന് അവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാകും, അവരുടെ മനസ്സിൽ എഴുത്തുകാരനായി ബാബുരാജ് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. എനിക്ക് ഏവർക്കും നന്ദി. എഴുത്തുകാരനായ കെ ബാബുരാജ് സംസാരിക്കും. ആകെ 1.5 മിനിറ്റാണുള്ളത്. എനിക്ക് ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ടോണി മൊറൈസിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, അത് വായിക്കാം. യൂറോ കേന്ദ്രീകൃതമായ ഒന്നിനു പകരം ആഫ്രോ കേന്ദ്രീകൃതമായ ഒന്നല്ല എൻ്റെ ലക്ഷ്യം. ഇത്തരം സമഗ്രവൽക്കരണ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യവുമില്ല. വിജ്ഞാനം എങ്ങനെയാണ് അധിനിവേശത്തിൽ നിന്നും വിമോചനത്തിലേക്കും തിരഞ്ഞെടുക്കാനുള്ള അവസരത്തിലേക്കും പരിവർത്തനപ്പെടുന്നത്? വിമർശനത്തിൻ്റെ തോതുകളെ ആവശ്യിക്കുന്ന ശക്തികളെയാണ് ഏതൊക്കെയാണ്? ഇവയൊക്കെയാണ് എൻ്റെ താല്പര്യം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പലരും നിരീക്ഷിച്ച പോലെ ഒരു ദളിത് പക്ഷ എഴുത്തുകാരനോ, സ്ത്രീ പക്ഷ എഴുത്തുകാരനോ, മുസ്ലിം പക്ഷ എഴുത്തുകാരനോ,
അല്ലെ അതുപോലത്തെ കീഴാള പക്ഷ എഴുത്തുകാരനാണ് എന്നുള്ള ഒരു ധാരണയാണ് സാധാരണ നിലയിൽ. വേണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ സുപ്തവാദികളാണ് എന്നാണ് കേരളത്തിൽ വിളിക്കുന്നതെങ്കിൽ അടിസ്ഥാനപരമായി എൻ്റെ ഒരു പ്രശ്നം അതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ ഇപ്പോൾ ദളിതപക്ഷമാണെങ്കിലും അതിൻ്റെ പ്രമാണവാദത്തെ അംഗീകരിക്കാത്ത ഒരാളാണ്. സ്ത്രീപക്ഷമാണെങ്കിൽ പ്രമാണവാദപരമല്ല, മറിച്ച് അതിൻ്റെ സംവാദപരത മാത്രമാണ് ഉൾക്കൊള്ളുന്നു, ചരിത്രപരതയെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അതിവർത്തനപരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേറ്റീവായ ഒരു നിരീക്ഷണത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ എൻ്റെ പുസ്തകങ്ങൾ ഇരട്ടിലെ കണ്ണാടി, മറ്റൊരു ജീവിതം സാധ്യമാണ്, അപരചിന്തനം, പിന്നെ ഈ 4 പുസ്തകങ്ങളും കേരളത്തിലെ കഴിഞ്ഞ 30-40 വർഷമായി നിലനിൽക്കുന്ന വളരെ വിശദമായ സംവാദങ്ങളകത്ത് പോയ ഒരാളാണ്. മാർക്സിസത്തിൻ്റെ തന്നെ സംവാദത്തിനകത്തൂടെ പോയത്, അതേപോലെ തന്നെ അംബേദ്കറിസത്തിൻ്റെയൊക്കെ സംവാദത്തിനകത്തൂടെ വന്നു, സ്ത്രീപക്ഷ സംവാദങ്ങളുടെ അകത്തൂടെ വന്നെങ്കിൽ അതിൻ്റെ ഒരു സമഗ്രാധിപത്യത്തിനപ്പുറം അത് മറിച്ച് ഒരു സംവാദപരതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് തുടരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. എല്ലാവർക്കും